കേരളം മറ്റൊരു അതിനിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പത്രങ്ങളിലും TV ചാനലുകളിലും നിങ്ങൾ നിരന്തരം കേൾക്കുന്ന ഒരു പദമുണ്ട്: ഭരണവിരുദ്ധ വികാരം. പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞു എന്നും ഇത്തവണ വലിയൊരു തരംഗം UDF-ന് അനുകൂലമായി ഉണ്ടാകുമെന്നും ചിലർ AC റൂമുകളിലിരുന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പൊരി വെയിലത്ത് നിൽക്കുന്ന സാധാരണക്കാരൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? അത് ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് അറിയാമോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്ന മാതൃഭൂമി.com കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട്. ഈ വീഡിയോയിലൂടെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള 39 മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെയും അവർക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്നവരുടെയും ഉറക്കം കെടുത്തുന്ന വിവരങ്ങളാണ് വരുന്നത്. ഒപ്പം കേരളത്തിലെ പ്രമുഖ നിരീക്ഷകനായ, ഇടതുപക്ഷത്തിന് ഒട്ടും അഭിമതനല്ലാത്ത നിരീക്ഷകനായ എന്ന് തന്നെ പറയണം, അഡ്വക്കേറ്റ് A. ജയശങ്കർ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ സർവേ വിശേഷങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. 14 നിയമസഭാ സീറ്റുകളുള്ള എക്കാലത്തും രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഈറ്റില്ലമായ തിരുവനന്തപുരത്ത് കോൺഗ്രസ് വലിയൊരു തിരിച്ചുവരവ് നടത്തുമെന്നും BJP അക്കൗണ്ട് തുറക്കുമെന്നുമൊക്കെയാണ് ചിലർ തട്ടിവിടുന്നത്. എന്നാൽ പ്രസ്തുത YouTube ചാനൽ ശേഖരിച്ച ഫീൽഡ് ഡാറ്റ വളരെ വ്യക്തമാണ്. ഈ 14 സീറ്റുകളിൽ 10 മുതൽ 12 സീറ്റുകൾ വരെ LDF അനായാസം ഉറപ്പിക്കുകയാണ്. UDF-ന് 1-2 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരും എന്ന്. ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. UDF-ൻ്റെ സ്ഥാനാർത്ഥി നിർണയം എത്രത്തോളം പരിതാപകരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലു കേരളത്തിൽ വന്ന് പഠനം നടത്തിയതിന് ശേഷം ഒരു കാര്യം കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു: സ്ഥാനാർത്ഥികളെ ഞാൻ തീരുമാനിക്കും, വിജയസാധ്യത മാത്രമായിരിക്കണം മാനദണ്ഡം. എന്നാൽ കനഗോലുവിൻ്റെ ഈ നിർദ്ദേശം കോൺഗ്രസ് പാർട്ടി അപ്പാടെ തള്ളി. ഗ്രൂപ്പ് വീതം വെപ്പുകൾക്ക് വേണ്ടി ആ നിർദ്ദേശം തള്ളിയതോടെ കോൺഗ്രസിൻ്റെ പതനവും അവിടെ ആരംഭിച്ചു. ഇതോടെ പഴയ മുഖങ്ങളെ തന്നെ വീണ്ടും പരീക്ഷിക്കാൻ അവർ നിർബന്ധിതരായി. ഓടിത്തളർന്ന് കണ്ടം ചെയ്ത KSRTC ബസ് വീണ്ടും പെയിൻ്റ് അടിച്ച് സ്കൂൾ ബസ്സായി ഉപയോഗിക്കുന്നത് പോലെയാണ് കോൺഗ്രസ് തങ്ങളുടെ പഴയ നേതാക്കളെ വീണ്ടും സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത് എന്ന് ജയശങ്കർ വളരെ കൃത്യമായി പരിഹസിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ചിത്രത്തിൽ പോലുമില്ല. മറുഭാഗത്ത് ഇടതുപക്ഷമാകട്ടെ VK പ്രശാന്ത്, V ശിവൻകുട്ടി, IB സതീഷ്, DK മുരളി തുടങ്ങി ജനങ്ങൾക്കിടയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന സിറ്റിംഗ് MLA-മാരെ തന്നെയാണ് ഇത്തവണയും കളത്തിലിറക്കിയിരിക്കുന്നത്. വാമനപുരം മണ്ഡലത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. വാമനപുരത്തെ സംബന്ധിച്ച് അടുത്തിടെ ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും. DK മുരളിക്കെതിരെ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഈ വിവാദങ്ങൾ ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നും വോട്ട് മറിയുമെന്നും കോൺഗ്രസ് കരുതി. എന്നാൽ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം വോട്ടർമാരും പറഞ്ഞത് ഇത്തരം കുപ്രചരണങ്ങൾ തങ്ങൾ മുഖവിലേക്കെടുക്കുന്നില്ലെന്നും മണ്ഡലത്തിൽ നടന്ന അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുമാണ്. ഒരു വിവാദങ്ങൾക്കും ആ മണ്ഡലത്തെ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റാൻ കഴിയില്ല എന്ന് ഡാറ്റകൾ അടിവരയിടുന്നു. ഇനി കഴക്കൂട്ടത്തേക്ക് നോക്കുക. അവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ BJP കടുത്ത മത്സരം ഉയർത്തുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ കടകംപള്ളിയെ കാണാൻ വരുന്ന ആരെയും അദ്ദേഹം നിരാശനായി മടക്കാറില്ല. കടുത്ത RSSകാർക്ക് പോലും പ്രിയങ്കരനായ വ്യക്തിയാണ് കടകംപള്ളി എന്നാണ് ജയശങ്കറിൻ്റെ നിരീക്ഷണം. കഴക്കൂട്ടത്തെ 58% ജനങ്ങളും കടകംപള്ളിയുടെ വികസന തുടർച്ചയാണ് ആഗ്രഹിക്കുന്നതെന്ന് സർവേയും ശരിവയ്ക്കുന്നു. ഈ തിരുവനന്തപുരം കഴിഞ്ഞാൽ നമ്മൾ കടക്കുന്നത് കശുവണ്ടിയുടെയും കയറിൻ്റെയും നാടായ കൊല്ലം ജില്ലയിലേക്കാണ്. കഴിഞ്ഞ തവണ ഈ ജില്ലയിൽ സമ്പൂർണ്ണ ആധിപത്യം നേടിയത് LDF ആണ്. ഇത്തവണ കൊല്ലത്തെ ചില മണ്ഡലങ്ങളിൽ അട്ടിമറി നടക്കുമെന്നാണ് UDF കേന്ദ്രങ്ങൾ സ്വപ്നം കാണുന്നത്. എന്നാൽ കൊല്ലം ജില്ലയിലെ 11 സീറ്റുകളിൽ നടത്തിയ ഡെപ്ത് സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസിന് തലയിൽ കൈവയ്ക്കേണ്ടി വരും. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ സകല അടവുകളും കോൺഗ്രസ് പയറ്റി. ഉമ്മൻചാണ്ടിയെ വഞ്ചിച്ചു എന്ന പ്രചരണം മുതൽ NSS യൂണിയനെ വരെ അവർ കൂട്ടുപിടിച്ചു നോക്കി. എന്നാൽ അവിടെ സർവേയിൽ 53%-ലധികം ആളുകൾ ഗണേഷ് കുമാർ തന്നെ വീണ്ടും വരണമെന്ന് ആവശ്യപ്പെടുന്നു. ജയശങ്കറും പറയുന്നത് അതുതന്നെയാണ്. എന്തൊക്കെ അടവുകൾ പയറ്റിയാലും പത്തനാപുരത്ത് ഗണേഷ് കുമാർ തന്നെ ജയിക്കും. അദ്ദേഹത്തിൻ്റെ ജനകീയ അടിത്തറ ഇളക്കാൻ ഒരു കോൺഗ്രസ് നേതാവിനും കഴിയില്ല. കൊല്ലത്ത് നടക്കുന്ന മറ്റൊരു വലിയ കോമാളിത്തരം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. LDF-ന് വലിയ തലവേദന സൃഷ്ടിച്ചു എന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ച സുജാ ചന്ദ്രബാബുവിൻ്റെ മാറ്റം.
സുജാ ചന്ദ്രബാബു CPM വിട്ടത് ലീഗ് സീറ്റായ പുനലൂരിൽ മത്സരിക്കാനാണെന്ന സൂചനകളായിരുന്നു അന്ന് പുറത്തു വന്നത്. സ്വന്തം രാഷ്ട്രീയവും ആദർശവും മാറ്റിവെച്ച് വെറുമൊരു സീറ്റിനു വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറാവുകയാണ് അവർ ചെയ്യുന്നതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ അവർക്ക് സീറ്റ് ലഭിച്ചില്ല എന്നുള്ളതാണ് രസകരം. ഈ പുനലൂരിലെ 70% വോട്ടർമാരും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണ്. കൊല്ലം ടൗണിൽ സിറ്റിംഗ് MLA മുകേഷിനെതിരെ വലിയ പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചവറയിൽ ഡോക്ടർ സുജിത് വിജയൻ പിള്ളയുടെയും കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോനിലൂടെയും ഇടതുപക്ഷം തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തുമെന്ന് സർവേ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ചുരുക്കത്തിൽ കൊല്ലം ജില്ലയിലെ 11-ൽ 9 സീറ്റുകളും LDF ഭദ്രമാക്കുകയാണ് എന്നാണ് സർവേ ഫലം പറയുന്നത്. ഇനി പത്തനംതിട്ട ജില്ലയുടെ മലയോരങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ചില പ്രശ്നങ്ങൾക്ക് ശേഷം പത്തനംതിട്ട പൂർണ്ണമായും ഇടതുപക്ഷത്തെ കൈവിടുമെന്നായിരുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ വായിൽ പ്രവചിച്ചത്. അവിടെ BJP അക്കൗണ്ട് തുറക്കുമെന്നും അവർ പറഞ്ഞു. എന്നാൽ സർവേ സംഘം കോന്നിയിലും റാന്നിയിലും ആലമ്പുഴയിലും ക്യാമ്പ് ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നാണ്. പത്തനംതിട്ടയിലെ ആകെയുള്ള 5 സീറ്റുകളിൽ 4 LDF നിലനിർത്തുമെന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. ജനങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് മറ്റ് വിവാദങ്ങളെക്കുറിച്ചല്ല, മറിച്ച് തങ്ങളുടെ ഉപജീവനത്തെക്കുറിച്ചും നാട്ടിൽ വന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളെക്കുറിച്ചുമാണ്. 65% ആളുകളും LDF സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടരാണ്. കോന്നിയിൽ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിനെ വെല്ലുവിളിക്കാൻ കോൺഗ്രസിലോ BJPയിലോ ആളില്ല എന്ന് ജയശങ്കർ സമ്മതിക്കുന്നുണ്ട്. ഒരു കാലത്ത് VS അച്യുതാനന്ദൻ മത്സരിക്കാൻ ആലോചിച്ച അത്രയും കരുത്തുറ്റ CPM കോട്ടയാണ് കോന്നി. അവിടെ അടൂർ പ്രകാശിനെ പോലൊരാൾക്ക് അല്ലാതെ മറ്റാർക്കും ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജയശങ്കർ പറയുന്നത്. തിരുവല്ല മണ്ഡലം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. 65%-ഓളം UDF സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ LDFിൻ്റെ മാത്യു ടി തോമസ് എങ്ങനെ തുടർച്ചയായി ജയിക്കുന്നു എന്ന് ജയശങ്കർ ചോദിക്കുന്നുണ്ട്. തിരുവല്ലക്കാർ ആഗ്രഹിക്കുന്ന അഴിമതിയില്ലാത്ത തികച്ചും സൗമ്യനായ ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ തക്ക ഒരു കാരണം കണ്ടുപിടിക്കാൻ പോലും എതിരാളികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതശൈലിയും ഇടപെടലുകളും അവിടെ വലിയൊരു ജനപിന്തുണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആറന്മുളയിൽ വീണ ജോർജിനെതിരെ വലിയൊരു മത്സരം നടക്കുന്നുണ്ടെങ്കിലും LDFിൻ്റെ സംഘടനാ കരുത്ത് അവിടെ കൃത്യമായി വോട്ടായി മാറുമെന്ന് സർവേ ഫലം പറയുന്നു. പത്തനംതിട്ടയുടെ മണ്ണും ഇത്തവണ ചെങ്കൊടിക്കൊപ്പം തന്നെയാണ് എന്ന് വ്യക്തം. ഈ വലിയ സർവേ അവസാനിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഹരിപ്പാട് ഒഴികെ ബാക്കി 8 സീറ്റുകളും കഴിഞ്ഞ തവണ LDFിനൊപ്പമായിരുന്നു. ഇത്തവണ കായംകുളത്തും ചെങ്ങന്നൂരും UDF വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. എന്നാൽ അവിടെയും സർവേ ഫലങ്ങൾ UDFിന് നൽകുന്നത് കനത്ത പ്രഹരമാണ്. ചെങ്ങന്നൂരിൽ സജി ചതിയാൻ്റെ ജനകീയതയെ വെല്ലുവിളിക്കാൻ ആരുമില്ല എന്ന് ജയശങ്കർ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. സജി ചതിയാൻ ഒരു സാധാരണക്കാരൻ്റെ മന്ത്രിയാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെന്ന് സഹായം ചോദിക്കാവുന്ന താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാൾ. എല്ലാ സമുദായങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അവിടെ മത്സരിക്കുന്നവർക്കൊന്നും സാധ്യമല്ല. ചെങ്ങന്നൂരിലെ 58% വോട്ടർമാരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. കായംകുളത്ത് പ്രതിഭയ്ക്കെതിരെ മാധ്യമങ്ങൾ വലിയ തോതിൽ കുപ്രചരണങ്ങൾ നടത്തിയിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ അവർക്കെതിരെ പ്രശ്നങ്ങളുണ്ടെന്ന് വാർത്തകൾ പടച്ചുവിട്ടു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും പ്രതിഭ ഒരു വിന്നിംഗ് കാൻഡിഡേറ്റ് ആണെന്ന് വലതുപക്ഷ നിരീക്ഷകർ പോലും സമ്മതിക്കുന്നു. ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള സ്വാധീനം തന്നെയാണ് അവരെ ഇവിടെ വിജയിപ്പിക്കുന്നത്. സർവേ ഫലത്തിൽ UDF സ്ഥാനാർത്ഥിയേക്കാൾ വ്യക്തമായ ലീഡ് പ്രതിഭയ്ക്ക് കായംകുളത്തുണ്ട്. അരൂരിലും മാരാരിക്കുളത്തും അമ്പലപ്പുഴയിലും LDF വലിയ ഭൂരിപക്ഷം നേടുമെന്നാണ് ഫീൽഡ് ഡാറ്റകൾ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. ഈ സർവേ ഡാറ്റകളും സ്വതന്ത്ര നിരീക്ഷകരുടെ വിലയിരുത്തലുകളും വിരൽ ചൂണ്ടുന്നത് ഒറ്റ സത്യത്തിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസ് തികഞ്ഞ പരാജയമായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ഇല്ലാത്ത ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിൻ്റെ PR ഏജൻസികൾ അഹോരാത്രം പണിയെടുക്കുകയാണ്. സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ തമസ്കരിക്കുകയും പർവ്വതീകരിച്ച കള്ളക്കഥകൾ ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ സഹായത്തോടെ നിരന്തരം സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയുമാണ് അവർ ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ പെയ്ഡ് PR വർക്കുകളെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലക്ഷക്കണക്കിന് പേർ കണ്ട ഈ മാതൃഭൂമി ന്യൂസിൻ്റെ YouTube ചാനലിൻ്റെ ഡാറ്റ സർവേ. AC മുറികളിലിരുന്ന് പടച്ചുവിടുന്ന നുണകൾക്ക് പൊരിവെയിലത്ത് അധ്വാനിക്കുന്ന സാധാരണക്കാരൻ്റെ വോട്ടിൽ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. താഴെത്തട്ടിൽ യാതൊരു ബന്ധവുമില്ലാതെ കേവലം സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ പാളിപ്പോയിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള 39 സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും സ്വന്തമാക്കി ഇടതുപക്ഷം ഈ തെക്കൻ കേരളത്തിൽ വൻ മുന്നേറ്റം നടത്തും. നുണക്കോട്ടകൾ തകർന്നടിയുമ്പോൾ
ഈ തെക്കൻ കാറ്റ് കൂടുതൽ ചുവപ്പണിഞ്ഞ് വീശുക തന്നെ ചെയ്യും. യഥാർത്ഥ ജനഹിതം അതാണ്, വസ്തുതകളും അതാണ്. കേൾവിക്കാർ ഈ സത്യങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം.